RMB ഒരു പ്രാദേശിക വിഷയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിലുള്ള എൻ്റെ ഒരു പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയും ഞാൻ ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നില്ല, അത് VS-നോടുള്ള പ്രതിഷേധമാണെന്ന് ഞാൻ പറയുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ VS എന്നോട് പറഞ്ഞത് മോദി ആരാണെന്ന് ജോസഫിന് മനസ്സിലായിട്ടില്ല അന്ന് പറയണം 2000. അപ്പോൾ ഈ നിങ്ങളുടെ തലമുറ ഒരുപാട് തല്ലുകൊള്ളേണ്ടി വരും. എന്നിട്ട് പുള്ളി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ജോസഫൊക്കെ നല്ല ഭേഷ മേടിച്ച് കെട്ടും എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു TP ചന്ദ്രശേഖരൻ്റെ മരണം നമ്മളെയൊക്കെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ളൊരു വലിയ വിഷയമാണെങ്കിലും ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ള വിഷയം വരുമ്പോൾ അതൊരു പ്രാദേശിക വിഷയമല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് അദ്ദേഹം അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാനാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്നാണ് ഞാനതിനെ മനസ്സിലാക്കിയത്. അപ്പോഴും നമ്മൾ കലഹിച്ച് നിൽക്കുകയാണ്. പക്ഷെ പിന്നീട് നമ്മൾ തിരിഞ്ഞ് പല കാര്യങ്ങളും നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ പൊസിഷനുകളിലും അദ്ദേഹത്തിന് ആ ഒരു വേർതിരിവുണ്ട്. നെയ്യാറ്റിൻകര ഇലക്ഷനെയും ഇന്ത്യയുടെ ഇലക്ഷനെയും വേറിട്ട് കാണാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. മനസ്സിലായോ? ഒരുപക്ഷെ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിൽ അന്ന് ജയിക്കേണ്ടെന്ന് അദ്ദേഹം ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും അന്ന് രാവിലെ അവിടെ പോയത്. ഞാൻ അദ്ദേഹത്തിന് അങ്ങനെ അബദ്ധം പറ്റുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ മറ്റ് പലരും ജീവിച്ചിരിക്കാൻ അത് ആവശ്യമാണെന്ന് പുള്ളിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. എനിക്കത് അറിഞ്ഞുകൂടാ.